ഹായ് ഹലോ. അപ്പോൾ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞങ്ങൾ വെക്കേഷനായിട്ട് പാലക്കാടേക്ക് പോവുകയാണ്. മീറ്റുവിൻ്റെ എക്സാംസൊക്കെ കഴിഞ്ഞു. അപ്പോൾ ഞങ്ങൾ പാലക്കാട് പോവുകയാണ്. അപ്പോൾ വന്ന് അപ്പച്ചനെ അമ്മച്ചിയും കാണാൻ വന്നു. അവിടെ അപ്പച്ചൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ അപ്പച്ചന് ബായൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ പിന്നെ പോവുകയാണ്. ഞങ്ങൾക്ക് 9:15 ബസ്. ഞങ്ങൾ 3 മാത്രമേ പോകുന്നുള്ളൂ. അപ്പോൾ അപ്പം ഞങ്ങളെ ഇന്ന് കൊണ്ടുവിടാനായിട്ട് വരണം. അതിൻ്റെ ഇടയിൽ ഓരോ കാര്യങ്ങളൊക്കെ ഇങ്ങനെ മീട്ടു ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. മീട്ടു ഭയങ്കര എക്സൈറ്റഡ് ആണ് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിങ്ങനെ വണ്ടിയിലിരുന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക. അത് കഴിഞ്ഞിനി പാലക്കാടേക്ക് പോകുമ്പോൾ നമ്മൾ മഹാ ചിപ്സിൽ കയറിയിട്ട് അവിടുത്തെ ബോളി ഭയങ്കര സൂപ്പർ ടേസ്റ്റാണ് ഇവിടുത്തെ ബോളി. അപ്പോൾ അത് എപ്പോഴും മേടിച്ചുകൊണ്ട് പോവാറുണ്ട്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ബോളിയൊക്കെ മേടിക്കാനായിട്ട് അങ്ങനെ എൻ്റെ കയ്യിൽ ബോളിയൊക്കെ കിട്ടി. ഞാൻ ബോളിയൊക്കെ ഇട്ട് പോവാണ്. നമ്മുടെ പാലക്കാട് ബോളി അങ്ങനെ കിട്ടുമൊന്നുമില്ല. നമ്മുടെ ട്രിവാൻഡ്രത്തിൻ്റെ സ്പെഷ്യൽ സാധനമായതുകൊണ്ട് അത് മേടിച്ചുകൊണ്ട് പോവാം. പിന്നെ ഞങ്ങൾ ബസ് സ്റ്റാൻഡിലെത്തി. നമ്മൾ കുറേ നേരം അവിടുത്തെ ഇരിക്കേണ്ടി വന്നു. കാരണം ഒത്തിരി നേരത്തെ ആയിപ്പോയി എത്തിയത്. ഒരു 8:45 ആയപ്പോഴത്തേക്കും എത്തിയായിരുന്നു. പിന്നെ 9 മണിയായപ്പോഴത്തേക്കും ഇതാ നമ്മുടെ വണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ വണ്ടിയിലേക്ക് കയറാനായിട്ട് പോവുകയാണ്. ഗ്രീൻ ലൈൻ എക്സ്പ്രസ്സിലാണ് നമ്മൾ പോകുന്നത്. നമ്മൾ ഒറ്റയ്ക്കാണ്, ഞാനും മീട്ടും ഒറ്റയ്ക്ക് പൊയ്ക്കൊണ്ടിരുന്നപ്പോഴും ഞങ്ങൾ ഗ്രീൻ ലൈനിൽ തന്നെ പൊയ്ക്കൊണ്ടിരുന്നത്. ഇപ്പോൾ ചോട്ടു ഇത് ആദ്യമായിട്ടാണ് എൻ്റെ കൂടെ അപ്പയില്ലാതെ വേറെ ആരും കൂടെ ഇല്ലാതെ ചോട്ടു വരുന്നത്. അപ്പോൾ ചോട്ടു എങ്ങനെയായിരിക്കും എന്നൊക്കെ ഉള്ള ടെൻഷനൊക്കെ അപ്പയ്ക്ക് ഇങ്ങനെ ഉണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ 9 മണിയൊക്കെ ആയപ്പോൾ തന്നെ ബസ് വന്നപ്പോൾ തന്നെ നമ്മൾ കയറി. പിന്നെ അപ്പോൾ കുറേ നേരം അവിടെ ഇരുന്നു. വണ്ടി കയറിയപ്പോൾ തന്നെ ചോട്ടും മീട്ടും പിന്നെ ഭയങ്കര കളിയാണ്. ചോട്ടുവിൻ്റെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആയതുകൊണ്ട് ചോട്ടു ആദ്യമേ വണ്ടി കയറി എല്ലാം നോക്കിയതിന് ശേഷമാണ് ഇപ്പോൾ ചേച്ചിയുടെ കൂടെ കളിക്കാൻ തുടങ്ങിയത്. ഒരിടത്ത് അടങ്ങി ഒതുങ്ങിയിരിക്കുന്ന പരിപാടി ചോട്ടുവിനും മീട്ടുവിനും പറഞ്ഞിട്ടുള്ള കാര്യമേ അല്ല. ചോട്ടു മുകളിലേക്ക് കയറുന്നു, പിന്നെ താഴേക്ക് ഇറങ്ങുന്നു. ഇതൊക്കെയാണ് ചോട്ടുവിൻ്റെ പരിപാടി. പിന്നെ തൂങ്ങിക്കളിക്കുന്നു. ചേച്ചി എന്തൊക്കെ ചെയ്യുന്നു അതെല്ലാം ചെയ്തുകൊണ്ടും പുതിയ ഓരോ കാര്യങ്ങളൊക്കെ എക്സ്പീരിയൻസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ചോട്ടു. പിന്നെ കുറച്ച് നേരം അപ്പ അവിടെ തന്നെ നമ്മുടെ കൂടെ ഇരുന്നു. എന്നിട്ട് പിന്നെ ഏകദേശം 9:15 ആയപ്പോഴത്തേക്കും പിന്നെ അപ്പ ചോട്ടുവിനും മീട്ടുവിനൊക്കെ അടുത്തൊക്കെ ടാറ്റയൊക്കെ പറഞ്ഞ് അപ്പയോട് സങ്കടപ്പെടല്ലേ എന്നൊക്കെ മീട്ടു അപ്പയെ ആശ്വസിപ്പിച്ചൊക്കെ പറഞ്ഞ് വിട്ടേക്കുവാണ്. അങ്ങനെ ഇനിയിപ്പോൾ 10 ദിവസത്തേക്ക് അപ്പ ഞങ്ങളുടെ ശല്യമൊന്നുമില്ലാതെ സുഖമായി വീട്ടിലിരിക്കും എന്നാണ് മീട്ടു പറയുന്നത്. അങ്ങനെ അപ്പ ഹാപ്പിയായിട്ട് അപ്പയും പോയി ഹാപ്പിയായിട്ട് ഞങ്ങൾ ഇനി പാലക്കാടേക്ക് പോവുകയാണ്. അങ്ങനെ പിന്നെ ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്തപ്പോഴത്തേക്കുമാണ് പള്ളി കണ്ടപ്പോഴാണ് മീട്ടുവിന് ഓർമ്മ വന്നത് പ്രാർത്ഥിച്ചില്ലാന്ന്. പിന്നെ അങ്ങനെ മീട്ടു കുറച്ച് നേരം ഇരുന്ന് പ്രാർത്ഥിച്ചൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ ചോട്ടു ഞങ്ങളെല്ലാവരും പിന്നെ കിടക്കാമെന്ന് തീരുമാനിച്ചു. ചോട്ടുവിന് ഭയങ്കര ഉറക്കം വരുന്നെന്നും പറഞ്ഞ് കിടന്നപ്പോഴാണ് പിന്നെ പെട്ടെന്ന് ചോട്ടുവിന് ഓർമ്മ വന്നത് എനിക്ക് വിശക്കുന്നു. അങ്ങനെ പിന്നെ ചാടി എഴുന്നേറ്റിട്ട് മുറുക്കെടുത്ത് കൊടുത്തപ്പോഴത്തേക്കും ചേച്ചി ഒരു മുറുക്കെടുത്ത് കഴിച്ചു എന്നും പറഞ്ഞാണ് ഈ ആദ്യം പിണങ്ങിയിരുന്നത്. പിന്നെ അതെടുത്ത് വെച്ച് കഴിക്കാൻ തുടങ്ങി. അങ്ങനെ ആദ്യം അവൾക്ക് കൊടുത്തില്ലെങ്കിൽ അല്ലെങ്കിൽ അവളുടെ സാധനം ആരെങ്കിലും എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അവൾക്ക് ഭയങ്കര പിണക്കാണ്. പിന്നെ കുറച്ച് നേരം പിണങ്ങി അങ്ങനെ ഇരിക്കും. ആ പിണക്കം മാറി സ്വയം തിരിച്ച് വന്ന് അത് സോൾവ് ആക്കിയാലേ അല്ലാതെ അവൾ നമ്മൾ എത്ര പറഞ്ഞാലും അവളുടെ ആ പിണക്കം മാറത്തില്ല. പിന്നെ 2 പേരും കഴിച്ചൊക്കെ കഴിഞ്ഞിട്ട് സുഖമായിട്ട് കിടന്നുറങ്ങി. 2 പേരും ഇടയ്ക്ക് എഴുന്നേൽക്കുകയോ അങ്ങനെ ഒന്നും ചെയ്തില്ല. 2 പേരും സുഖം ഉറക്കമായിരുന്നു. അങ്ങനെ 5:45 ആവാറായപ്പോഴത്തേക്കും ഞങ്ങൾ ഏകദേശം പാലക്കാടൊക്കെ എത്താറായി. അപ്പോഴത്തേക്കും ഞാൻ ചോട്ടുവിനെയും മീട്ടുവിനെയും ഉറക്കത്തിൽ നിന്നൊക്കെ വിളിച്ച് എഴുന്നേൽപ്പിച്ചു. അങ്ങനെ രാവിലെ ചോട്ടു ഉറക്കമൊക്കെ എഴുന്നേറ്റ് ഇങ്ങനെ ഇരുന്ന് ചുറ്റുമൊക്കെ നോക്കി എവിടെയാണെന്നൊന്നും മനസ്സിലാവാതെ ഇങ്ങനെയൊക്കെ ഇരിക്കുമായിരുന്നു. പിന്നെ ഞങ്ങൾ 3 പേര് എഴുന്നേറ്റ് റെഡിയായിട്ടൊക്കെ ഇങ്ങനെ ഇരുന്നു. മീട്ടു ആണെങ്കിൽ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക ഞാൻ എക്സൈറ്റഡ് ആണ് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് ഇങ്ങനെ ഇരിക്കുക. അങ്ങനെ രാവിലെ ഉറക്കത്തിൽ നിന്ന് വിളിച്ച് എഴുന്നേൽപ്പിച്ച് എൻ്റെ ദേഷ്യത്തിലൊക്കെ ചോട്ടു ഇങ്ങനെ ഇരിക്കുക. കണ്ടില്ലേ ആ കലിപ്പ് കണ്ടില്ലേ. അങ്ങനെ ഞങ്ങൾ 6 മണിയായപ്പോഴത്തേക്കും എത്തിയായിരുന്നു. ഏറ്റവും ആദ്യം ബസ്സിൽ കയറിയത് ഞങ്ങളാണ്. ഏറ്റവും അവസാനം ബസ്സിൽ നിന്ന് ഇറങ്ങിയത് ഞങ്ങളാണ്. അങ്ങനെ അമ്മുവും കൊച്ചുമോളും ഒക്കെ മീറ്റ് ചെയ്തു. ചോട്ടുവിനെ അമ്മു വന്ന് എടുത്തപ്പോഴത്തേക്കും മീട്ടു ആദ്യമേ കാറി കയറി അങ്ങനെ ഇരുന്നായിരുന്നു. അങ്ങനെ 2 പേർക്കും ഒട്ടും കുശുമ്പും കുന്നായ്മയും ഇല്ലാത്തത് കൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു. എന്തോ ചെയ്യാനാ. അങ്ങനെ ഞങ്ങൾ പിന്നെ നേരെ വീട്ടിലോട്ടേക്ക് പോവാണ്.
നമ്മുടെ വീടൊക്കെ എത്താറായി. അപ്പോൾ ചോട്ടു ഇങ്ങനെ അമ്മൂൻ്റെ കൂടെ അങ്ങ് വന്നപ്പോൾ മുതലേ ഇരിപ്പ് തുടങ്ങിയതാണ്. ഞാൻ വിളിച്ചിട്ട് വരുന്നില്ല. അങ്ങനെ ഞങ്ങളിപ്പോൾ വീട്ടിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നീണ്ട 1.5 വർഷങ്ങൾക്ക് ശേഷം ഞാൻ എൻ്റെ വീട്ടിലേക്ക് വരുവാണ്. ഇതാണ് ഞങ്ങളുടെ റെസിഡൻസ്. ഇവിടെ നിന്നാണ് ഞങ്ങളുടെ റെസിഡൻസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇനി നേരെ നമുക്ക് വീട്ടിൽ പോകാം. വീട്ടിൽ 2 പേർ ഞങ്ങൾക്കായി കാത്തിരിപ്പുണ്ട്. നമ്മുടെ ഗ്രൂട്ടുമോനും ഉണ്ട്, ഇന്നയും ഉണ്ട്. അപ്പോൾ നമ്മളിനി നേരെ വീട്ടിലേക്ക് പോവാണ്. അപ്പോൾ ഞങ്ങളിതാ വീട്ടിലെത്തിയേക്കുവാണ്. ഞങ്ങളെ കണ്ടതിൻ്റെ സന്തോഷത്തിലാണ് ഗ്രൂട്ടുമോൻ ഈ കിടന്ന് കളിച്ചുകൊണ്ടിരിക്കുന്നത്. ഗ്രൂട്ടുമോൻ്റെ ഹാപ്പിനെസ്സാണ് നിങ്ങളീ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഗ്രൂട്ട് എത്രത്തോളം ഹാപ്പിയാണ് അതുപോലെ തന്നെ ചോട്ടു അതുപോലെ ഹാപ്പിയാണ്. ചോട്ടുവിനും ഗ്രൂട്ടിനും ഒന്ന് തൊട്ടാൽ കൊള്ളാമെന്നൊക്കെ അങ്ങനെ ഉണ്ട്. അങ്ങനെ ഫ്രഷായിട്ടൊക്കെ വന്നതിന് ശേഷം ചോട്ടുവിനെ ഒന്ന് തൊടാനായിട്ട് അമ്മു പിടിച്ചു കൊടുക്കുവാണ്. ചോട്ടുവിനാണെങ്കിൽ വന്നപ്പോൾ മുതൽ ഗ്രൂട്ടിനെ ഒന്ന് തൊടണം, എടുക്കണം എന്നൊക്കെ ഒരു ഇതിലാണ്. അവൻ്റെ വാലി പിടിച്ചു കഴിഞ്ഞാൽ അവന് ഭയങ്കര ദേഷ്യം വരും. ഈ ചോട്ടു ചെന്ന് വാലി പിടിക്കുമോ എന്നുള്ളൊരു ടെൻഷനൊക്കെ ഉള്ളത് കൊണ്ട് അവനെ ഞങ്ങൾ മാറ്റി നിർത്തിയേക്കുമായിരുന്നു. ഇപ്പോൾ ചോട്ടുവിൻ്റെ നിർബന്ധം കൊണ്ട് ചെറിയൊരു ചാൻസ് ചോട്ടുവിന് കൊടുത്തതാണ്. അമ്മ അവനെ എടുത്തിട്ട് ചോട്ടുവിൻ്റെ അടുത്ത് കൊണ്ടുപോയി തൊടാനായിട്ടൊരു ചെറിയ ചാൻസ് കൊടുത്തേക്കുക. ചോട്ടു ഭയങ്കര ഹാപ്പിയാണ്. കണ്ടില്ലേ, അപ്പുറത്തിരിക്കുന്ന അപ്പൂനെ നോക്കി കണ്ണൊക്കെ കാണിക്കുവാണ് ചോട്ടു. അങ്ങനെ ചോട്ടു ഹാപ്പി. അപ്പം ഞങ്ങൾക്ക് വേണ്ടി വേറൊരു സർപ്രൈസും കൂടി ഉണ്ടായിരുന്നു. മീറ്റോന് മന്തിയും എനിക്ക് എൻ്റെ ഫേവറേറ്റ് റാവുത്തർ ബിരിയാണിയും ഉണ്ടായിരുന്നു. അപ്പം ഞങ്ങളിതൊക്കെ കഴിക്കട്ടെ. അപ്പോൾ ഈ വീഡിയോ ഇത്രയും നേരം ക്ഷമയോടെ കണ്ടിരുന്ന എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോയുമായിട്ട് എത്രയും പെട്ടെന്ന് തന്നെ വരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും ബൈ.